ആര്യൻകുട്ടൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇവിടെ കിഴക്കിലെ സുമതിയമ്മയുടെ അവിടെ ഒരു സർവ്വസുഗന്ധിയുടെ മരം ഒടിഞ്ഞു വീണപ്പോൾ അതിനകത്ത് കുറേ ഇലകളുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് പിന്നെ വെയിലത്തിട്ട് ഉണക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഞങ്ങൾ എന്നും ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ 1-2 ഇല പോയി പറിച്ചുകൊണ്ട് വരും. ചിക്കനകത്തും ഇറച്ചിക്കകത്തൊക്കെ കറി വെക്കുമ്പോൾ ഓരോന്നൊക്കെ കൊണ്ടിടുന്നതായിരുന്നു. മസാലയുടെ മണമാണ്. മുട്ടക്കറിക്കകത്തൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ബിരിയാണി ചോറൊക്കെ വെക്കുമ്പോൾ അതിനകത്തൊക്കെ ഇടും, നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവുമാണ്. കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഒരിലയിട്ട് തിളപ്പിക്കാൻ നല്ല മണം വരും. കുടിക്കാൻ നമുക്ക് നല്ല ഇതാണ്. അത് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം പറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്തങ്ങ് വെക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് ഡപ്പയ്ക്കകത്തിട്ട് അടച്ച് സൂക്ഷിക്കാം. എത്ര ദിവസം കഴിഞ്ഞാലും ആ ഇലയൊന്ന് മുറിച്ച് നോക്കിയാൽ അതേ സ്മെല്ല് തന്നെ ആയിരിക്കും. നമുക്ക് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴേ അതിനകത്തിട്ട് ചിക്കൻ ആര്യൻകുട്ടന് ഇതിൻ്റെ ഇലയിട്ട ചിക്കൻ കറി ഇഷ്ടമല്ലേടാ? നല്ല മണമാണ് അത്. കുറച്ചുണ്ട്, ഇതെല്ലാം ഇനിയും കുറച്ചുണ്ടായിരുന്നു. നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ. എന്നിട്ട് നല്ല ഇല നോക്കി എടുക്കണം, മണ്ണൊന്നും ഇല്ലാതെ. ഇലയൊന്ന് മുറിച്ച് മണപ്പിച്ച് നോക്കിയേ, നല്ലൊരു ഇല എടുത്ത്. എങ്ങനെയുണ്ടെന്ന് പറ. എന്നിട്ട് കീറി നോക്ക്. എന്താ മണമാ? പൈനാപ്പിളിൻ്റെ മണമാണോ? മസാലയുടെ മണമില്ലയോ? ഇനി ഇല മാറിപ്പോയോടാ? കീറിക്കേ, ഞാനൊന്നാക്കട്ടെ. നല്ല മണമില്ലേ? പൈനാപ്പിളിൻ്റെ മണമല്ല.